നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരപ്പൻ വഴിപിഴച്ചു പോയാൽ സത്യത്തിൽ ബുദ്ധിമുട്ടിൽ വരുന്നത് ആ വീട്ടിലെ മക്കൾക്കാണ്. നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ, നല്ല രീതിയിൽ നിലയും വിലയും ഉണ്ട് എന്ന് സമൂഹത്തിൽ കരുതിയിരുന്ന വിദ്യാർത്ഥികൾ, സമൂഹത്തിൽ നല്ലപോലെ ഇടപഴകിയിരുന്ന അച്ഛനും അമ്മയും, ഈ അച്ഛനും അമ്മയും തന്റെ മുന്നിൽ കള്ളന്മാരായി തന്റെ മുന്നിലിട്ട് തന്നെ പോലീസ് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന നിമിഷം ഒരു കുരുന്നുകൾക്കും സഹിക്കാനാകുന്നതല്ല. ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് റിജോയുടെ കുടുംബത്തിലെ മൂത്ത മകനും ഇളയ മകളും. ഇനി നാട്ടിലേക്ക് വരുന്നേ ഇല്ല എന്ന് പറഞ്ഞ ഭാര്യയും. തന്നെ പേടിച്ചാണല്ലോ ഇത്രയും രൂപ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ചത്, അതുകൊണ്ട് ഇനി താൻ നാട്ടിലേക്കേ ഇല്ല എന്ന മാനസികാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് റിജോയുടെ ഭാര്യ. റിജോ ചെയ്തതിനെ കുറിച്ച് ആകെ പെട്ടുപോയത് ഭാര്യയും മക്കളും തന്നെയാണ്. അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോലും പോകാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ്. ഈ വീടിന്റെ ഫോട്ടോയടക്കം ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മുഖ്യധാര ചാനലിലും ഒക്കെ തന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് റിജോ ജോർജിന്റെ മക്കൾ തന്നെയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ടുമുണ്ട്. വീട്ടിലേക്ക് പോലീസ് എത്തിയതും ചുറ്റും നടക്കുന്ന ബഹളങ്ങളും എല്ലാം ആകെ തകർത്തിരിക്കുന്നത് റിജോയുടെ കുട്ടികളെയാണ്. കുവൈത്തിൽ നേഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ്. എല്ലാം റിജോയുടെ കുരുട്ടുബുദ്ധി വരുത്തിവെച്ച വിനയാണ്. പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ച കേസിലെ പ്രതി അയൽവാസിയായ റിജോ ആന്റണി ആണ് എന്ന് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. കോവിഡ് കാലത്ത് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി. ജോലി പോയി എന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവില്ലാതെയായിരുന്നു ജീവിതം. സുഹൃത്തുക്കളുമൊത്ത് സ്ഥിരം മദ്യപര പരിപാടി, തൊട്ടു പിന്നാലെ തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കമ്പനി കൂടൽ എല്ലാം പതിവായിരുന്നു. ഗൾഫിൽ നഴ്സായ ഭാര്യയുടെ ചിലവിലായിരുന്നു ഈ ആർഭാടങ്ങളൊക്കെ. നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം അതറിയാം. എന്നാൽ കുവൈറ്റിലുള്ള ഭാര്യ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. ഭാര്യ അയക്കുന്ന പണത്തിന്റെ 4 ഇരട്ടിയെങ്കിലും കടമെടുത്തും ചിലവാക്കി റിജോ. മറ്റുള്ളവർ കടം കൊടുക്കുന്നതും ഈ റിജോയെ കണ്ടല്ല, കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടാണ്. ഗൾഫിൽ നിന്നും അവർ മുടങ്ങാതെ പണം അയക്കുന്നതിന്റെ ധൈര്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടുമെന്നും പലരും പ്രതീക്ഷിച്ചിരുന്നു. വരുന്ന ഏപ്രിലിൽ അവർ അവധിക്ക് എത്താനിരിക്കെ അതിനു മുൻപേ കടമെല്ലാം തീർക്കാൻ റിജോ വഴിതേടിയത് ഈ പേടിയിലാണ്. ഏതാണ്ട് 49 ലക്ഷം കടമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഈ കടം വാങ്ങി ചിലവഴിച്ച തുകയ്ക്കൊന്നും ഭാര്യയോട് കണക്ക് പറയാൻ കഴിയുന്ന സാഹചര്യവുമല്ല. അതിലും എളുപ്പം കവർച്ചയാണ് എന്ന് റിജോ കണക്ക് കൂട്ടി. അതാണ് ഒടുവിൽ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പോലീസ് വിളിപ്പിച്ചതല്ലാതെ ഈ സാഹചര്യത്തിൽ നാട്ടിൽ വരാനും അവർ തയ്യാറായിട്ടില്ല എന്നാണ് സൂചനകൾ. ഭർത്താവിന്റെ അതിബുദ്ധി കാരണമുണ്ടായ മാനക്കേടിലാണ് അവർ. അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യത്തിന് ആശങ്കയുണ്ട്. സ്കൂളിൽ പോകാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവർ. 2.5 വർഷം മുൻപാണ് റിജോ എന്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. എപ്പോഴും ജോളിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. കുഴപ്പമുള്ള വ്യക്തിയെ അല്ലായിരുന്നു. റിജോ വിദേശത്തായിരുന്നു. കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് വന്നത്. എല്ലാവരുമായും കമ്പനിയായി പോകുന്നയാളാണ്. എന്തെങ്കിലും പരിപാടി വന്നാൽ ആദ്യ അവസാനം വരെ റിജയുണ്ടാകും. അത്രമാത്രം സഹകരണമുള്ള മനുഷ്യനാണ്. പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങളുടെ മുൻപന്തിയിൽ ഉണ്ടാകും. ആരെ എപ്പോൾ കണ്ടാലും ചിരിച്ചുകൊണ്ടേ സംസാരിക്കുകയുള്ളൂ. എന്റെ വീടിന്റെ അടുത്തതാണ് റിജോ താമസിക്കുന്നത്. 200 മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീട്ടിൽ തമ്മിലുള്ള അകലം. വാർഡ് കൗൺസിലർ ജിജി ജോൺസൺ പറഞ്ഞത് ഒരു ഞെട്ടലോട് കൂടി തന്നെയാണ്. സത്യത്തിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ റിജോയുടെ ഭാര്യ പേടിയല്ല, റിജോയുടെ കയ്യിലിരിപ്പ് കൊണ്ട് വരുത്തിവെച്ച വിലയാണ് ഇതൊക്കെ. ഇനി ആ ഭാവി റിജോയ്ക്ക് ഒരു പക്ഷേ ഭാര്യയെ പേടിക്കാതെ ആ ജയിലിനകത്ത് കഴിഞ്ഞുകൂടാം. പക്ഷേ ഇനി ഈ ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം കൊണ്ട് റിജോ സ്വന്തം കിടപ്പുമുറിയിലുള്ള അലമാരയിലാണ് വെച്ചിരുന്നത്. ഇവിടേക്കും തെളിവെടുപ്പിനായി പോലീസ് സംഘം റിജോയുമായി എത്തും. അപ്പോൾ സത്യത്തിൽ റിജോയെ അടിച്ചിറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് മക്കൾ. കാരണം ഇല്ലെങ്കിൽ ഇല്ല എന്നേ ഉള്ളൂ. ഇത്രയും നാണക്കേട് വരുത്തി വെച്ചതിന് സ്വന്തം അപ്പനെ പ്രാഗി കൊല്ലുക തന്നെയാണ് മക്കൾ. കാരണം ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് ആ മക്കൾ രണ്ടുപേരും. മകനും മകളുമാണ്. നന്നായി പഠിക്കുകയും നല്ല വിദ്യാഭ്യാസം നേടുകയും മിടുമിടുക്കരായിട്ടുള്ള 2 മക്കൾ സ്കൂളിൽ മറ്റുള്ളവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. സത്യത്തിൽ ആ മക്കൾ ഒന്നും ചെയ്തിട്ടില്ല. സമൂഹം ഇന്ന് അവരോടൊപ്പമുണ്ട്. അവരെ നമുക്ക് മാറി നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. കളിയാക്കലിന്റെ ആവശ്യവും ഒന്നും തന്നെ ഇല്ല. അവരെ നമുക്ക് ആ കണ്ണുകൊണ്ട് കാണേണ്ട ആവശ്യവുമില്ല. കൃത്യമായി തന്നെ അവരെ ചേർത്ത് പിടിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. വിദ്യാഭ്യാസവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സാഹചര്യമാണുള്ളത്. റിജോയുടെ ഭാര്യ വിദേശത്ത് നഴ്സാണ്. പിള്ളേരുടെ കാര്യങ്ങളൊക്കെ റിജോയാണ് നോക്കിയിരുന്നത്. മൂത്തയാൾ +1-ലും രണ്ടാമത്തെയാൾ 4ാം ക്ലാസ്സിലുമാണ്. അവരെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ റിജോ മാത്രമേ വീട്ടിലുണ്ടാവൂ. റിജോയുടെ അറസ്റ്റിന്റെ ഷോക്കിലാണ് കുട്ടികൾ. അയാളുടെ ഭാര്യയും പാവമാണ്. അവർ ഈ വിവരം അറിഞ്ഞ് ഗൾഫിൽ ഇരുന്ന
പൊട്ടിക്കരയുകയാണ്. റിജോയുടെ വീട്ടിൽ അയാളുടെ അമ്മയില്ല. അത്തരത്തിൽ വന്ന വാർത്ത തെറ്റാണ്. അമ്മ മേലൂരിലെ വീട്ടിൽ സുഖമില്ലാതെ കിടപ്പിലാണ്. ജോലിക്കാരിയായ ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്കോ മക്കൾക്കോ റിജോയെ സംശയമുണ്ടായിരുന്നില്ല. അയാൾ അങ്ങനെ ഒരാളെ അല്ലായിരുന്നു എന്നാണ് ജിജി പറയുന്നത്. ഞായറാഴ്ച കുടുംബയോഗം റിജോയുടെ വീട്ടിലായിരുന്നു ചേർന്നിരുന്നത്. എല്ലാവരോടും ചിരിച്ചും കളിച്ചും വളരെ സ്വാഭാവികമായാണ് റിജോ പെരുമാറിയത്. ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരുന്നിരിക്കാം. തലേ ദിവസം ഞാൻ റിജോയെ കണ്ടിരുന്നു. അന്നും ചിരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ കൗൺസിലായതുകൊണ്ട് നാട്ടുകാര്യങ്ങളെല്ലാം റിജോ എന്നോട് സംസാരിക്കും. 3-4 തവണ ആ വീടിന് മുന്നിൽ കൂടി ഞാൻ ദിവസവും പോകാറുണ്ട്. കള്ളൻ എന്തെങ്കിലും കാട്ടിൽ പോയി ഒളിച്ചിരിക്കാമെന്നാണ് റിജോ അവസാനമായി പറഞ്ഞത്. എന്തായാലും ആവശ്യമുള്ള പണം മാത്രം എടുത്തുകൊണ്ട് തന്റെ കടമെല്ലാം വീട്ടിൽ സുഖമായി ജീവിക്കാമെന്ന് കരുതുന്ന റിജോ ഇപ്പോൾ ജയിലിലാണ്.